അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞോടും സ്നേഹത്തോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ പേര് ബെനീറ്റ ടൈസൺ. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു. 2024 മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയാണ്. 2.5 വയസ്സായിട്ടും അവൻ അമ്മ എന്നൊരു വാക്ക് പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ വിഷമിച്ചായിരുന്നു. ഒരു രീതിയിലും അവൻ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്പീച്ച് തെറാപ്പിയിൽ കൊണ്ടുപോയി ഒരുപാട് തവണ നമ്മൾ തന്നെ പരിശ്രമിച്ച് ഒരുപാട് സംസാരിപ്പിക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടും ഇവനൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് കുറച്ച് കഴിയുമ്പോൾ റെഡിയാവുമെന്നാണ്. പക്ഷേ ഒരു വിധത്തിൽ കുഞ്ഞിലൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എന്നും അവൻ്റെ നാവിലും നെറ്റിയിലും ഉടമ്പടി തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവൻ സംസാരിക്കുമെന്ന്. പക്ഷേ എൻ്റെ മെറിറ്റ് അവസാനിച്ചെടുത്ത, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചിട്ട് പരാജയമായിരുന്നു അതിൻ്റെ ഫലമെല്ലാം. പക്ഷേ ദൈവം ഒരു ദിവസം ഇവനെ തൊടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടെയാണ് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ ഇവനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അച്ഛൻ ഇവൻ്റെ കഴുത്തിൽ 7 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി 7 തവണ സൈത്ത് പൂശി പ്രാർത്ഥിച്ച്, എന്നിട്ട് എന്നോട് പറഞ്ഞ് നന്നായിട്ട് നീ ഉള്ളുരുകി ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പോലും അറിയാണ്ട് ഭയങ്കര വലിയ മാറ്റങ്ങളാണ് ഇവന് സംഭവിച്ചത്. ഇവന് അമ്മ എന്ന വാക്ക് പറയാൻ തുടങ്ങി. നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊട്ട് സങ്കല്പിക്കില്ല ഇവനിത് പറയുമെന്ന് ഈ ഒരു പ്രായത്തിൽ. അങ്ങനെ ഇവൻ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ പാട്ടുകൾ പാടാൻ തുടങ്ങി. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും റിപ്പീറ്റ് ചെയ്ത് കുട്ടിയത് പറയാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര വലിയ മാറ്റമായിരുന്നു ഇവനിൽ സംഭവിച്ചത്. അത് എൻ്റെ യോഗ്യതയാൽ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാത്തത് ദൈവത്തിൻ്റെ കരുണയാലാണ് സംഭവിച്ചത്. അമ്മയുടെ മധ്യസ്ഥത വഴി അവന് ലഭിച്ച വലിയ സൗഖ്യത്തിന്, ഈശോ അവനെ തൊട്ട വലിയൊരു ദൈവാനുഭവത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു 2 തവണകളായിട്ട് ഇവന് ഒരു വൈറൽ ഫീവർ വന്ന് ഒട്ടും മാറുന്നില്ല. മരുന്ന് കഴിച്ചിട്ടും ഇവന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. മരുന്ന് കഴിക്കും, പിന്നെ ആ ഡോസ് കഴിയുമ്പോൾ വീണ്ടും പനി വരും. അങ്ങനെ മാറാതെ കുറേ തവണ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലാവും പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളൊരു സമയമാണെന്ന്. അങ്ങനെ ഉടമ്പടി തൈലം ഇവൻ്റെ നെറ്റിയിൽ പുരട്ടി, ഇവൻ്റെ നെഞ്ചത്തും പുരട്ടി എന്നും ഈ പനിയുടെ സമയത്ത് പ്രാർത്ഥിച്ച്, മരുന്ന് കഴിച്ചിട്ട് എഴുന്നേൽക്കാത്തൊരു കുട്ടി അത് പുരട്ടി കഴിഞ്ഞതിന് പിറ്റേ ദിവസം മുതൽ ഇവന് പനി വിട്ടുമാറി ഇവൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്ന്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. കാരണം ഇവന് ഒരു വിധത്തിലും എത്ര മരുന്ന് ഓരോ സ്ഥലത്ത് ഞങ്ങളിങ്ങനെ കാണിച്ചിട്ടും മാറാതിരുന്നൊരു പനി മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ വഴി ഈശോ അവനെ തൊടുകയും അവൻ വലിയൊരു സൗഖ്യത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. അതുപോലെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു പണയം വീടിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പണയം വീട് പോലും കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഡെയിലി ബ്രെഡിൽ അച്ഛനിങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാനിതൊരു നിയോഗമായിട്ട് മനസ്സിലിങ്ങനെ കണ്ട്, മാതാവേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കാണാൻ പോയ ആ പണയം വീട്ടിൽ ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് കൃപാസന മാതാവിൻ്റെ രൂപമായിരുന്നു. ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ അമ്മ ഈശോയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നെ ഒരു ഭവനമാണെന്ന്. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പോയി. പക്ഷേ വിശ്വസിച്ചതിന് നേരെ വിപരീതമായിട്ട് ആ വീട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ വന്നു. ഒരുപാട് പൈസ അവർ കൂടുതൽ ചോദിച്ചിട്ട്. ആ ഒരു സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നായിരിക്കും, അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വൈകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് തരാനാണ്. അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുടെ ദൈവം വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു ചെറിയൊരു സ്വർണം ഞങ്ങൾ ആ വീടിന് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വർണം നോക്കിയിട്ട് ആ സമയത്ത് കാണുന്നില്ല വിൽക്കാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് തവണ നോക്കി, 2 ലോക്കറിൽ നോക്കിയിട്ടൊന്നും സ്വർണത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു മാലയായിരുന്നു, പക്ഷെ അത് കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ നിമിഷം തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ ഈശോയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്ന വീടാണെങ്കിൽ ഈ വീട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണം. അതുപോലെ ഞങ്ങൾ പള്ളി അടുത്തുള്ളൊരു വീടാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കാരണം ദേവാലയം അത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിനെ നന്നായിട്ട് മാറ്റിമറിച്ചിടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോകാം, എന്നും പരിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരുന്നു ഞങ്ങൾ പള്ളി അടുത്തുള്ളൊരു വീട് തന്നെ നോക്കിയിരുന്നത്.
അങ്ങനെ ആ വീട് തന്നെ തിരിച്ചു വരികയും, കാരണം മാതാവിനെ കണ്ടിട്ടാണ് ഞങ്ങളെ വീട് മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആ വീട് തന്നെ തിരിച്ചു വരികയും ഈ നഷ്ടപ്പെട്ട സ്വർണം ഞാൻ പറഞ്ഞ സെക്കൻഡിൽ തന്നെ നോക്കിയപ്പോൾ എവിടെയോ ഒരു ഉടക്കി കിടന്നേച്ച്. അത്രയും നേരം ഞങ്ങൾ തപ്പിയിട്ടത് കാണുന്നില്ലായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ മാല ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ അവർക്ക് പൈസ കൊടുത്ത് ആ വീട് വീട്ടിൽ കയറി താമസിക്കാൻ ചെയ്യാൻ സാധിച്ചു. അതിന് അമ്മ വഴി ഈശോയ്ക്ക് 1000 നന്ദി പറയാണ്. എൻ്റെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതെൻ്റെ അമ്മാമ്മയാണ്. അമ്മാമ്മക്ക് കണ്ണിന് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ണിൽ. മറ്റേ കണ്ണിൽ 3 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു സമയത്ത് ആളും ഇല്ല, പൈസ ഇല്ലാതെ അമ്മാമ്മ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് കൃപാസനത്തെയും അല്ലെങ്കിൽ അമ്മയെ ഈശോയെയും. അമ്മാമ്മ ആ ഒരു വഴി കൂടി ജീവിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ ഉടമ്പടി തലം കുരിശിൽ കണ്ണിൽ കുരിശ് വരച്ചിട്ട് ആ കാഴ്ച ഓപ്പറേഷൻ പറഞ്ഞ കണ്ണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, പൈസ ഇല്ല, ആളും ഇല്ലാത്ത കാരണം. അപ്പോൾ അമ്മാമ്മ എന്നും വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കുക. ഒരു ദിവസം മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ അമ്മാമ്മയോട് അങ്ങനെ വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം. അങ്ങനെ പറയുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ വലിയൊരു സ്വപ്നമായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പറഞ്ഞ ഒരു കാര്യം, നടക്കാത്തൊരു കാര്യം പറയുമ്പോൾ തന്നെ ആ ഒരു കാര്യം നടക്കുകയാണ്. അത് നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന ആരൊക്കെയാണോ അങ്ങനെ എല്ലാവരോടും ഞാൻ അങ്ങനെ പറയും. അമ്മാമ്മ ഇതുപോലെ തന്നെ എന്നും പ്രാർത്ഥിച്ചു തുടങ്ങി. 3 മാസം ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കണ്ണ്, കാഴ്ച നഷ്ടപ്പെടേണ്ട കണ്ണ്, അമ്മമ്മക്ക് ആദ്യം ഒരു മങ്ങലൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യാത്ത കാരണം. പക്ഷേ ഇത് പ്രാർത്ഥിച്ചു തുടങ്ങി. അമ്മാമ്മ പോലെ അറിയാതെ അമ്മാമ്മയുടെ കണ്ണിന് പരിപൂർണ്ണ സൗഖ്യം അമ്മ വഴി ഈശോ കൊടുത്തു. അങ്ങനെ ഇന്ന് അമ്മാമ്മക്ക് ഓപ്പറേഷൻ ചെയ്ത കണ്ണിനേക്കാളും നല്ല രീതിയിൽ അപ്പുറത്തെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്, കണ്ണടയൊക്കെ വെക്കാതെ അമ്മാമ്മ വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. അത് അമ്മ വഴി ഈശോ നൽകിയ വലിയൊരു സൗഖ്യമാണ്. അത് അമ്മാമ്മ തന്നെയാണ് അത് പറയേണ്ടത്. അമ്മാമ്മയ്ക്ക് കൊടുക്കാം. അതെ, എൻ്റെ 2 കണ്ണിന് തിമിരായിരുന്നു. ആ തിമിരായിട്ട് ഒരു കണ്ണ് എൻ്റെ ഓപ്പറേഷൻ ചെയ്തു. പിന്നെ എൻ്റെ ഒരു കണ്ണുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, മാതാവേ എനിക്ക് ഇനി ഓപ്പറേഷൻ ചെയ്ത എൻ്റെ കണ്ണിന് എനിക്ക് കാഴ്ച തന്നെയെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു മാസത്തിൻ്റെ ഉള്ളിൽ മറ്റേ കണ്ണിന് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത കണ്ണേറ്റും ശക്തി തന്നു, എനിക്ക് കാഴ്ച തന്നു. മാതാവ് എനിക്ക് ഓപ്പറേഷൻ ചെയ്താലേ എന്നെ നോക്കാൻ ആളില്ല എന്ന് അമ്മോടും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട്. 1 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണിനെ ഓപ്പറേഷൻ ചെയ്ത കണ്ണിൻ്റെറ്റും എനിക്ക് ശക്തി തന്നു, കാഴ്ച തന്നു. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് നല്ല കാഴ്ച തന്നു മാതാവിനോട് എനിക്ക് നന്ദി പറഞ്ഞ കഴിയില്ല. ഞാൻ എന്തോരം നന്ദി പറയുന്നേ മാതാവേ, നീ ഇത്ര വേഗത്തിൽ എനിക്ക് കാഴ്ച തന്നു ഞാൻ മാതാവിനോട് അപേക്ഷിച്ച്. ഈശോയെ, എൻ്റെ കൃപാവര പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്മമാരെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ അമ്മമാരുടെ കൂടെ ഇരിക്കും. അവർക്ക് എന്നാലാകുമെന്ന് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ, കൊച്ചു സഹായങ്ങളാണെങ്കിൽ ഞാനത് വലിയ സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ ആദ്യമൊക്കെ ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തി എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത്. വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചേച്ചി വന്നത് സാക്ഷ്യം പറഞ്ഞു, ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ല, മറിച്ച് ഒരു കൃപാവര പ്രവൃത്തിയാണെന്ന്. അപ്പോൾ ഈശോയെ കണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിൽ, വേദനിക്കുന്ന ആളിൽ ഈശോയെ കാണുമ്പോഴാണ് വചനം പൂർത്തിയാവുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, അങ്ങനെ ആ വചനം പൂർത്തിയാവുന്നപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരു സെല്ലിൽ ഒരു ചെറിയ മെൻ്റൽ ഡിസോർഡറായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്ത് പോലെയൊക്കെയുള്ളൊരു ചേച്ചിയായിരുന്നു. പക്ഷെ ആ ചേച്ചി ഇങ്ങനെ പൂട്ടിയിട്ട് കുറേ കഴിയുമ്പോൾ സെല്ലിൽ നിന്ന് പുറത്തിറക്കി നോർമലായപ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് സംസാരിക്കുമ്പോൾ ആദ്യം എനിക്കൊരു ഭയമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ അത് ഈശോയാണ്, അങ്ങോട്ട് ഈശോയെ കാണുന്നത് പോലെ നീ നോക്കുന്ന പറഞ്ഞ് നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ഒരു ഭയവും ഇല്ല. ഞാനും തിരിച്ചവരെ തൊടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഈശോയെ കണ്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ചകളൊന്നും അല്ലായിരുന്നു, ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൃപാവര പ്രവർത്തികൾ ചെയ്യുന്നത്. കുറച്ചും കൂടി എല്ലാവരിലും ഈശോയെ കണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് പത്രം വാങ്ങി, എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ പ്രേക്ഷിത പ്രവർത്തനമാണ്. കാരണം ഈശോയെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്കെല്ലാം തികഞ്ഞൊരവസ്ഥയാണ്. മറ്റൊരു കാര്യം നമ്മൾ ചെയ്യുമെന്ന് പറയുമ്പോൾ പിന്നെയും അതിന് നമുക്ക് വീണ്ടും ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷേ ഈശോയെ കൊടുക്കുമ്പോൾ എല്ലാം പൂർണ്ണതയിലെത്തിയെന്ന് ഒരു ആത്മസംതൃപ്തിയാണ് നമുക്ക്. അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അതുപോലെ അന്ന ദിവസം ദൈവം ചെയ്ത പ്രവൃത്തികളും ഞാൻ അവരോട് ഷെയർ ചെയ്യും.
അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ അമ്മ വഴി ഈശോ നൽകിയ എല്ലാത്തിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംരംഭത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ബെനീറ്റയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ മനോഹരമാകുന്നതും വളരെ ശക്തമാകുന്നതും ഏറ്റവും നല്ല കണ്ടൻ്റായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതമാണ്. 2.5 വയസ്സായിട്ടും കുഞ്ഞിന് മാ പാ എന്നുള്ള 2 വാക്കുകൾ പോലും അമ്മയെയും അപ്പയെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വരം പോലും അവന് ഉണ്ടായിരുന്നില്ല എന്നുള്ള വലിയ സങ്കടത്തോടെയാണ് അവരിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. ഈശോ ശബ്ദം ചെവിയില്ലാ കേൾക്കാത്തവരെയും അതുപോലെ നാവിൻ്റെ കട്ടഴിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് അവിടുന്ന് പറയുന്നു എഫാത്ത എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് തുറക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളും അടഞ്ഞു കിടക്കുന്ന എല്ലാം തന്നെ അവിടുന്ന് തുറക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവരുടെ ജീവിതത്തിൽ കുഞ്ഞിന് വലിയ ഒരു അത്ഭുതമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഉടമ്പടി എടുത്തതിൽ പിന്നെ കുഞ്ഞിനുണ്ടായിട്ടുള്ള 2 തവണയുണ്ടായിട്ടുള്ള വൈറൽ ഫീവർ ഒട്ടും തന്നെ മരുന്നിൻ്റെ ഉപയോഗം കൂടാതെ തൈലം പൂശിയാണ് അവർക്ക് സൗഖ്യം ലഭിച്ചത് എന്നുകൂടി ഏറ്റുപറയുന്നു. ഇവരുടെ വീട് ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ കൈവപ്പുള്ളൊരു വീടാണ്. കാരണം ഇവരുടെ മാല അവിടെ നഷ്ടപ്പെട്ടപ്പോൾ അമ്മയോട് ചോദിക്കുകയായിരുന്നു, ഈ മാല ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന അമ്മ തന്നെ സെലക്ട് ചെയ്ത് തരുന്ന ഒരു വീടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതും നാം ആഗ്രഹിക്കുന്നതും ഈശോയ്ക്ക് കൈമാറുമ്പോഴുള്ള ഒരു വലിയ അത്ഭുതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് ഏറ്റവും ആവശ്യമായതുമായ കാര്യങ്ങൾ അമ്മ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ അമ്മൂമ്മയെക്കുറിച്ചുള്ള ഒരു വലിയ സാക്ഷ്യം. 85 വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്ത കണ്ണിനേക്കാൾ കാഴ്ച വീണ്ടും 3 മാസം മാത്രം കാഴ്ചശക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് വിധിയെഴുതിയ അമ്മൂമ്മയാണ്. ഇപ്പോൾ എല്ലാ പ്രാർത്ഥനകളും വളരെ കൃത്യമായി ചെയ്യുവാനും ബൈബിൾ വായിക്കാനും വളരെ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്നു എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര തന്നെ ഇതിനൊന്നും ഒരു പ്രായം ഒരു നമ്പർ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സൗഖ്യം എല്ലാം നമുക്ക് ഈശോ തരുന്നതാണ്. ഈശോ തൊട്ടതൊന്നും തന്നെ ഒരിക്കലും മറ്റൊരു ജീവിതാവസ്ഥയിലേക്ക് മോശമായ അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല എന്നാണ് ഓരോ സാക്ഷ്യങ്ങൾ നമ്മോട് ഏറ്റുപറയുന്നത്. നമ്മുടെ ജീവിതഭാരം കുറച്ച് നൽകുന്നതിന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നമുക്ക് നന്ദി പറയാം. ബെനീറ്റയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.